കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് ഈ ഒരു വാർത്തയാണ് കുറച്ച് നേരങ്ങളായിട്ട്, അതായത് ഏകദേശം ഇന്ന് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിച്ചിട്ടുള്ളത് എന്ന് എടുത്ത് പറയേണ്ടല്ലോ. കാരണം പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാവട്ടെ, പല പ്രമുഖ മാധ്യമങ്ങളാവട്ടെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൽ വളരെയധികം അതൃപ്തിയുള്ള ആരാധകരാണ് നിലവിലുള്ളത്. കാരണം ആരാധകർക്ക് വേണ്ട ഒരു റിസൾട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കാത്തതൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു ലെവലിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഉള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാനേജ്മെൻറ്റ് ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു പോയ സീസണിൽ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ അത്രയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മാനേജ്മെൻറ്റാണ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പോരാത്തതിന് ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടാണോ എന്നറിയത്തില്ല, എങ്കിൽ പോലും ഇന്ന് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം വളരെ വലിയൊരു വ്യാപകമായിട്ടൊരു വാർത്തയാണ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഓണേഴ്സായിട്ടുള്ള മാഗ്നം സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 100% ഓഹരികളും വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ബയറാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സ്വന്തമാക്കുവാനായിട്ട് പോകുന്നത് എന്ന തരത്തിലും റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്തയ്ക്ക് ഇത്രയും വലിയൊരു ഒരു പ്രശസ്തി കിട്ടിയതെന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പിന്നീട് ഈ ഒരു വാർത്ത കാണുവാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്രെഡിബിലിറ്റി നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഫോളോ അപ്പ് ചെയ്യുന്നത് മാർക്കസ് മെലാവു, ആശിഷ് നേഗി തുടങ്ങിയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരെയാണ്. സോ ആ ടൈമിൽ നമുക്ക് അവരിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആശിഷ് നേഗി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു വലിയ വ്യക്തത, അല്ലെങ്കിൽ ഈ ഒരു കാര്യം സത്യമല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഒഫീഷ്യൽ ടോക്കുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും ബയറുമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നും നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോരാത്തതിന് മാർക്കസ് മിലാവ് പറയുന്ന മറ്റൊരു കാര്യമാണ് വിശ്വസിക്കാനാവുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു വാർത്തയിൽ അത്ര വലിയ കഴമ്പില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 2 പ്രശസ്തരായിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റുകൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വാർത്തയിൽ അത്ര വലിയൊരു കഴമ്പുണ്ടാകാനുള്ള സാധ്യതകളില്ല. എങ്കിൽ പോലും നമുക്ക് ഒരു സ്മോക്കില്ലാതെ ഒരു ഫയറില്ലാതെ ഒരു സ്മോക്ക് ഉണ്ടാകത്തില്ല എന്ന തരത്തിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. സോ ആ ടൈമിൽ നോക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതകളും നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുന്നില്ല. മേ ബി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് ഇനിയും വരുവാനായിട്ടുള്ള ടൈം എടുക്കുന്നതാണോ എന്നും അറിയത്തില്ല. വ്യക്തത ഈ ഒരു കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഏഷ്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലൊരു ക്ലബിന് ഉറപ്പായിട്ടും ഒരു ബയറിനെ ലഭിക്കുക എന്ന് പറയുന്നത് അത്ര പാടുള്ളൊരു കാര്യമല്ല. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാനേജ്മെൻറ്റ് പുതിയൊരു മാനേജ്മെൻ്റ് ആണ് വരുന്നത് എങ്കിൽ പോലും അവർ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളൊക്കെ വളരെ വലുതാണ്. കാരണം ആരാധകരുടെ ആ ഒരു ലെവലിൽ അവരുടെ ഒരു തോട്ടിനനുസരിച്ച് എത്തുവാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിലവിലെ മാനേജ്മെൻറ്റ് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ നേരിടേണ്ടി വരും. പക്ഷേ അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ ബയർ വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പുറത്ത് വന്നേക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതായത് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ക്രെഡിബിൾ സോഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്തയിൽ വലിയ കഴമ്പില്ല എന്നുള്ളതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇനി എന്താണ് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് പുറത്തേക്ക് വരിക എന്നറിയത്തില്ല. സോ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്തായിരിക്കും ഇനിയുള്ള അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഡേറ്റ് മാർക്കസ് തുടങ്ങിയ പ്രമുഖർ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലുള്ള എന്താണ് ഈ ഒരു സത്യാവസ്ഥ, ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തമായിട്ടുള്ള സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എങ്കിൽ പോലും നിലവിൽ റൂമർ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നൊരു വാർത്തയാണ്. ചില മാധ്യമങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്നറിയുവാനായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കാം.